ടിങ് ടിങ്. ഓ എന്താണ് വിശേഷം? അപ്പം ഇന്ന് എന്താ വിശേഷം? ഓ വെഡിങ് ആനിവേഴ്സറി. യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു പപ്പയുടെ മമ്മിയുടെ. ഇന്നലെ പപ്പ ഇല്ലാതിരുന്നതുകൊണ്ട് ഞങ്ങളിന്നാ പ്ലാൻ ചെയ്തെന്നാൽ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാവുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും, ഞാനും പപ്പയും മമ്മിയും ജീവനജനും എറ്റിയടത്തിയും പിന്നെ ഞങ്ങളുടെ ചീഫ് ഗസ്റ്റായ അപ്പുമോനും ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങൾ അടൂർ. ഇത് കൊള്ളാലോ ചാ, നൈസ്. അത് പിന്നെ ഒട്ടിക്കാം. അപ്പോൾ ഞങ്ങൾ അടൂർ വൈറ്റ് പോർട്ടിക്കോയിൽ പോവുകയാണ് ഗൈസ്. ഇന്ന് അവിടെയാണ് ഞങ്ങൾ ഡിന്നർ പ്ലാൻ ചെയ്തേക്കുന്നത്. എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയി ഡിന്നറൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് വെച്ച് നിൽക്കുന്നു. യെസ്, അങ്ങനെ ഞങ്ങൾ 2 വണ്ടിയിലാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം ഞങ്ങൾ 6 പേരുണ്ട്. 6 പേർക്ക് ഒറ്റ വണ്ടിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ 2, ഞാനും അപ്പവും ഞങ്ങളൊരു കാറടാ മതിയടാ നിർത്തടാ, ഫ്രീ ഫയർ കളിക്കുന്നു. അപ്പോൾ ഞങ്ങളൊരു കാറിലും ജിബിനച്ചനും ബാക്കിയുള്ളവരെല്ലാം ഞങ്ങളുടെ വർണ്ണയിലും ആയിരിക്കും. അപ്പോൾ അവർ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് നമുക്ക് ഇറങ്ങാം. മുടിയൊക്കെ ഇച്ചിരി ഒഫീഷ്യലായിട്ടിരിക്കുക. ഞാൻ ഡ്രൈവ് ചെയ്ത് ശരിയായിട്ടില്ല കേട്ടോ, ഭയങ്കര മുടയായിട്ടിരിക്കുക മുടി. നോക്കാം. ഓക്കെ, അപ്പോൾ അവരിറങ്ങി, നമുക്ക് കൂടെ പോവാം. എന്തുകൊണ്ടാ? ഓ ചെറുക്കൻ വേറെ വൈബ് മൂഡായിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. ഇവിടെ വാ പൊത്തിയിരിക്കുന്നത്, ഒന്നും മിണ്ടത്തില്ല അല്ലേ? മിണ്ടി അവൻ ഏറില്ല. അതാണിപ്പോൾ അപ്പുവിൻ്റെ ഒരു സ്ഥിതി. ഇപ്പോൾ ഞങ്ങൾ വണ്ടി ഓടിക്കട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ വണ്ടി ഓടിച്ച് ഞങ്ങൾ അവിടെ എത്തിയിട്ട് തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. യെസ്, അങ്ങനെ വൈറ്റ് പോർട്ടിക്കോ, ഇതാടാ വൈറ്റ് പോർട്ടിക്കോ ഉണ്ടോ? ലൈം സ്പാ കൊച്ചി. എനിക്ക് അറിഞ്ഞൂടാ ഈ ചൂടത്ത് ഇവൻ എങ്ങനെ സാധിക്കുന്നടോ. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് വൈറ്റ് പോർട്ടിക്കോയിൽ വന്നിരിക്കുകയാണ്. ഞാനവിടെ ജീവനജനുണ്ട്, അപ്പുണ്ട്, അവിടെ മമ്മിയുണ്ട്, ഏട്ടത്തിയുണ്ട്. പപ്പ എന്ത് ചെയ്യാം? പപ്പയും വന്നു. പപ്പ വാഷ്റൂമിൽ പോയിട്ട് വന്നു. നമ്മൾ ബൊഫേ അല്ലേ? പിന്നെ എന്തിനാ മെനു കാർഡ്? നമുക്ക് മെനു കാർഡ് തന്നിട്ട് പോയി. അത് കുഴപ്പമില്ല. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അതെ, 33 വർഷം. അതെ.
ഈ കേക്ക് നീ കഴിക്കും. ഈ കേക്ക് നീ കഴിക്കും. അല്ലെങ്കിൽ ഞാൻ കഴിക്കുമല്ലോ. ഈ കേക്ക് നമുക്ക് കൊണ്ടുപോകാനേ പറ്റും. അല്ലെങ്കിൽ കൊണ്ടുപോകുമല്ലോ. പോയി ആരുടെ എന്നെയാണോ? കണ്ണ് കല്യാണത്തിന് കാണത്തില്ല. എൻ്റെ അതുമല്ലോ കണ്ടായിരുന്നെങ്കിൽ കെട്ടുമായിരുന്നു വലിയോടാ. അതാവൻ പറഞ്ഞേ. ഞങ്ങൾ രണ്ടുപേരും നല്ലതാന്ന് തോന്നുന്നു. ഹാപ്പിയസ്റ്റ് മൊമെന്റ്. അത് അപ്പയ്ക്ക് നമുക്ക് 33 വയസ്സ് പറയുമ്പോൾ ഓക്കെ ആയി. 32 വയസ്സ് കേൾക്കുമ്പോൾ ടെൻഷൻ. അടുത്ത വർഷം പിന്നെ 33 വയസ്സ്. നമുക്ക് 33 വയസ്സെന്ന് കേൾക്കുമ്പോൾ പേടിയാ. ഇവര് 33 വർഷം ജീവിച്ച്. ആക്ച്വലി ഞാൻ എടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ സൂപ്പ്, കേർഡ് റൈസ് ഉണ്ട്, പിന്നെ നമ്മുടെ കടലയും ഇത് ബ്രെഡുമാണ്. ഇതാണ് എൻ്റെ സ്റ്റാർട്ടർ. ജിബിനച്ചൻ്റെ സ്റ്റാർട്ടറിൽ ഫുൾ പ്രോട്ടീനാണ്. ചിക്കനുണ്ട്. ചേച്ചിയുടെ സ്റ്റാർട്ടറിൽ നൂഡിൽസൊക്കെ വന്നു. ഇത് ഫിഷാണോ? മമ്മയുടെ സൂപ്പ്, കേർഡ് റൈസ്. പപ്പ ഒന്നും എടുത്തില്ല. ഇത് പിന്നെ നിറച്ച് പ്രോട്ടീനാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള സ്റ്റിൽസൊക്കെ നിങ്ങളെ കാണിക്കാൻ കേട്ടോ. ഞങ്ങൾ അപ്പം നിലവിൽ ഒന്ന് ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. സാധനം കേർഡ് റൈസ് രക്ഷയില്ല കേട്ടോ. കഴിച്ചായിരുന്നു കേർഡ് റൈസ് ഇല്ല. ചുടിലും സാധനം. ചിക്കൻ നോർമൽ കേട്ടോ. ഞാൻ ചിക്കൻ കഴിച്ച് നോക്കിയില്ല. കഴിച്ച് നോക്കിയിട്ട് പറയാം. പിന്നെ ഇനി ഞാനിപ്പോൾ ശരിക്കും പിന്നെ സ്റ്റാർട്ടർ തുടങ്ങി. ഇനിയിപ്പം വേണം മെയിൻ കോഴ്സിൽ ചിക്കൻ ആഡ് ചെയ്യാൻ. ചിക്കൻ ഞാൻ ശരിക്കും കഴിക്കാം കേട്ടോ. പ്രോട്ടീനാണ്. മുട്ട ഐറ്റം വല്ലതും ഉണ്ടോ? താറാവുണ്ടോ? അപ്പോൾ താറാവ് കഴിക്കാം. ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ് ഞാൻ കടല എടുത്തതെന്ന്. ആവശ്യമില്ലായിരുന്നല്ലോ. വട അങ്ങനെ ഞാനും അപ്പവും കൂടെ പോയി സെക്കൻഡ് പോർഷൻ കൊണ്ടുവന്നു. മെയിൻ കോഴ്സിൽ ഞാൻ ഫുൾ ആഡ് ചെയ്തേക്കുന്ന പ്രോട്ടീൻ ആട്ടോ. ഫുൾ പ്രോട്ടീൻ. ഇത് ചിക്കൻ, ഇത് ഫിഷ്, പിന്നെ ഇത് ഇച്ചിരി കാർബ്സ്. നോക്കാം. അവിടെ കുറേ ഐറ്റംസ് ഇരിപ്പുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് നോക്കാം ഏതാ എടുക്കണോ. ഞങ്ങൾ ഇനി മെയിൻ കോഴ്സ് ട്രൈ ചെയ്യട്ടെ. ഫിഷ് രക്ഷയില്ല. ഫിഷ് നൈസാണ്. മോനെ ഫിഷ് രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ല. ഇനിയും പോയാൽ ചിലപ്പോൾ ഫിഷ് എടുക്കും. അതുപോലത്തെ അത്രയും ടേസ്റ്റിയാണ്. ഇതിപ്പോൾ പൊറോട്ടയാണോ നാനാണോ എന്ന് ഊഹിക്കാൻ പറ്റത്തില്ല. ഇത് ഡക്കാണ്. ഓക്കെ. ഇത് ബീഫ്. പറമല്ലേ അവർ പറഞ്ഞേക്കുന്നത്. ആ ഡിഷിൻ്റെ പേര് ഡക്കാന്നേ ഉള്ളൂ. ഡിഷിൻ്റെ പേര് ഡക്ക. സാധനം ചിക്കനാണോ? അയ്യോ, പക്ഷേ അതിൻ്റെ എല്ല് കണ്ടപ്പോൾ എനിക്ക് ഡക്ക് പോലെ. ഞാൻ കഴിച്ചോ. ഇത് രാജ്മ. ഓക്കെ. അപ്പോൾ കുറച്ച് പ്രോട്ടീൻ, ഇച്ചിരി ടൊമാറ്റോ ഒക്കെ ഉണ്ട്. ആലു പൊറോട്ടയാണോ? ചിക്കൻ ഞാൻ കഴിച്ചു. ചിക്കൻ അത്ര പോരാ. ഒരു പ്രോട്ടീനുണ്ട് പക്ഷേ ഒരു മയമില്ല. സത്യാവസ്ഥ. പ്രോട്ടീനൊക്കെ സംഭവം ശരി. ഗ്രിൽഡാ പക്ഷെ എന്നാലും കഴിക്കാൻ പറ്റുന്നില്ല. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അല്ല, ഫിഷില്ല. ചിക്കനകത്ത് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഫിഷാ അല്ലേ? കാലറീസ് കുറവും, പ്രോട്ടീൻ ഹൈ. ബീഫ് കൂർക്കയാ അല്ലേ? ഇച്ചിരി എടുക്കാം. ആണോ? മരുന്ന് ബീഫ്.
നോ നോട്ട് മരുന്ന് ബീഫ്. ഇച്ചിരി ഞാൻ ടേസ്റ്റ് ചെയ്യും, ജസ്റ്റ് ഫോർ ടേസ്റ്റ്. കള്ളപ്പല്ലേ തുറന്നേ, ഒരൊറ്റ കള്ളപ്പം എടുത്തോ, ഒരെണ്ണം വെച്ചോടാ, ഒരെണ്ണം. ഓക്കെ, ഞാനും താറാവ് ശക്കലം ടേസ്റ്റിന് വേണ്ടി. താറാവല്ലേ, ഡക്കെന്നല്ലേ എഴുതിയിരിക്കുന്നത്? ഡക്ക് ഗ്രീൻ പെപ്പർ എന്ന് വെച്ചാൽ എന്തുവാടാ പറയടാ. ബീഫിന് പകരം സ്റ്റീം റൈസ് വേണ്ട. രാജ്മ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാം അല്ലേ? ഇച്ചിരി ഒഴിച്ചോടാ, ഇട്ടടാ രാജ്മ ഒരു സൈഡിലോട്ട് ഇട്ടോ. ബസ് മതി. പീസ് എടുക്കടാ, ഡോണ്ട് ഫോക്കസ് ഓൺ ഗ്രേവി, ഫോക്കസ് ഓൺ പീസസ്. അവിടെ നിന്ന് ഇവിടം വരെ സാധനം കേട്ടോ, കൊണ്ടുപോവാ. പീസ് എടുക്കടാ. So let's go. ഇപ്പോൾ മൂന്നാമത്തെ സെറ്റ് കള്ളപ്പം, രാജ്മ, ഇച്ചിരി ബീഫ്, കുറച്ച് താറാവ്, പിന്നെ പനീർ. ജീവനച്ചൻ പറഞ്ഞ് രാജ്മ അടിപൊളിയാണ്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ തിന്നാൻ വേണ്ടി മാത്രം ഉണ്ടായത്, അതാണ് സത്യാവസ്ഥ. ഞാൻ തിന്ന് എൻ്റെ വെയിറ്റ് കൂടി. ഇന്നിപ്പോൾ കഴിക്കത്തേ ഉള്ളൂ കേട്ടോ, ഇനിയിപ്പം നാളെ രാവിലെ കഴിക്കില്ല. ബീഫും കൊള്ളാം, എനിക്ക് കുഴപ്പമില്ല. താറാവ് സംഭവം എന്ന് വെച്ചാൽ പീസെല്ലാം വെന്ത്. സ്റ്റാർട്ടറും കഴിഞ്ഞു, മെയിൻ കോഴ്സും കഴിഞ്ഞു. മെയിൻ കോഴ്സ് 2 ടൈപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത ഡെസേർട്ടിൻ്റെ വരവാണ്. ഞങ്ങൾ പോയി ഡെസേർട്ട് എടുക്കട്ടെ. കീറല്ലല്ലോ ഇത്, കീറാണോ? സേമിയ പായസമല്ലേ? പായസമാണ്, സേമിയ പായസമാണ്. യെസ്, അങ്ങനെ ഞങ്ങൾ ഡെസേർട്ട് എടുത്തു. ഞാൻ ഒപ്പം കൂടെ പോയി എടുത്തത്. ഞങ്ങൾ ഡെസേർട്ടിലേക്ക് കാണിക്കാം. ഞാൻ എടുത്തത് ഗുലാബ് ജാമുനുണ്ട്, സേമിയ ഉണ്ട്. ഇത് എന്തുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐസ്ക്രീം ആണെന്നറിയാം. മാംഗോ ആണോ? ഐസ്ക്രീം ആണോ? അല്ലല്ലോ, കൈൻഡ് ഓഫ് ഐസ്ക്രീം. ഇത് പിന്നെ ഡേറ്റ്സ് പുഡിങ്ങാണ് ബാക്കിലിരിക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ടോ? ഡേറ്റ്സ് പുഡിങ് സെയിം ആണ് അവൻ്റെയും. അവൻ പിന്നെ ഒരു സിനമൻ കേക്കും കൂടെ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോഴേയും എൻ്റെ സെയിം മെനുവാണ്. പിന്നെ അപ്പോൾ അധികം എടുത്തില്ല, മമ്മിക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല, മമ്മിക്ക് ഷുഗറാണേ. കഴിക്കട്ടെ. ഒട്ടുക്കത്തെ മധുരം കേട്ടോ. ഇനി ഗുലാബ് ജാമുൻ കഴിച്ചു നോക്കാം. ഭയങ്കര വലിയ ഗുലാബ് ജാമുൻ അല്ലയോ? ഇത്രയും വലിയ ഗുലാബ് ജാമുൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ഷിംല പോയപ്പോൾ ഗുലാബ് ജാമുൻ കഴിച്ചു. ഇത്രയും വലിയ ഗുലാബ് ജാമുൻ 70 രൂപയായിരുന്നു. സേമിയ ഇത്ര മതി, ഭയങ്കര മധുരമാണ്. പിന്നെ ചേച്ചി സ്പെഷ്യൽ ഓർഡർ ചെയ്ത ഫ്രൂട്ട് സാലഡ് വന്നിരിക്കുകയാണ്. അത് മറ്റേ ഇതാ, ഡ്രാഗൺ ഫ്രൂട്ട് മമ്മി. ഡേറ്റ്സ് പുഡിങ് കൊള്ളാം അല്ലേ? ഡേറ്റ്സ് പുഡിങ് ശരിക്കും പറഞ്ഞാൽ മാംഗോ പുഡിങ് ആയിരുന്നു കേട്ടോ. മാംഗോ പുഡിങ് ആയിരുന്നു. എനിക്ക് മതി ശരിക്കും പറഞ്ഞാൽ. മൊത്തത്തിൽ കഴിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര മധുരമാണ്. എൻ്റെ എയിം എന്ന് വെച്ചാൽ എല്ലാം ടേസ്റ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് എനിക്കാണോടാ? കുടിച്ചോ? ഒരു അനിയൻ തരുന്നതാന്ന്. ഗുലാബ് സർബത്താ, ഗുലാബ് സർബത്ത്. യെസ്, അങ്ങനെ ഡിന്നർ പരിപാടികളും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത പരിപാടി നേരെ വീട്ടിൽ പോകുക എന്നുള്ളതായിരുന്നു. സത്യം പറഞ്ഞാൽ മമ്മിയുടെ മപ്പയുടെ ഏറ്റവും സ്പെഷ്യൽ ഡേ ആയിരുന്നു. അത് ഏറ്റവും സ്പെഷ്യൽ ആക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അടൂർ വൈറ്റ് പോർട്ടിക്കോ തന്നെ തിരഞ്ഞെടുത്തത്. ആൻഡ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ അടിപൊളി കോണ്ടൻസ് ഒക്കെ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.